കളരിയുടെ അന്തിളങ്കാവിലെ ഒരു കളരി ഉണ്ടായിരുന്നു. ആ കളരി ഈ വാളെറിഞ്ഞ അന്തിളങ്കാവേ അവിടെ നിന്നുകൊണ്ട് നൃത്തം ചെയ്ത് താഴൊരു കുഴിയുണ്ട്, അത് വാളാർ കുഴി എന്ന് പറയും. വാളെറിഞ്ഞതാ അന്തിളങ്കാവ് മലയെന്ന്. പിന്നെ അന്തിളങ്കാവ് താഴെയാണ്. ഈ റോഡ് അങ്ങോട്ട് പോകുമ്പോൾ അവിടെ പതാലെന്ന് പറയുന്നത് ഇതുപോലെ സ്ഥലത്തിന് പതാലെന്ന് പറയുന്നത്. ഇതുപോലെ താണ സ്ഥലത്തിനാ പതാലെന്ന് പറയുന്നത്. ആ കാണുന്ന പതാല, അതും പതാല. അതിനും പതാലെന്നാ പറയുന്നത്. ഇവിടെ പനയും പാലയൊക്കെ ഒത്തിരി നിൽപ്പുണ്ടല്ലോ, ഇഷ്ടം പോലെ. ഇവിടെ അങ്ങോട്ട് പോയി ഇതെല്ലാം കാണാനും എടുക്കാനൊക്കെ നല്ല ഇതല്ലേ. ഈ പള്ളിയുടെ പേരെന്തുവാ? ഇത് അന്തിളങ്കാവ് മർത്തോമ പള്ളി. തിരുമുറ്റം കളരിപ്പള്ളി. അത് അവിടെ ഒരു പള്ളിയുണ്ട്. പിന്നെ അവിടെ ഓർത്തഡോക്സ് പള്ളിയുണ്ട്. അതെ, അതിന് അടിവശമായി സംഭവം. അവിടാണ് ഇതിന്റെ സ്ഥലം. ഏതിന്റെ? ഓർത്തഡോക്സ് പള്ളിയുടെ താഴെയും അതിന് മേവേശമാണ് ഇതിലെ ഈ കഥ. ഈ തിരുമുറ്റം കളരി എന്ന് പറയുന്നത് ഓർത്തഡോക്സ് പള്ളിയുടെ മുകളില്. മേവേശം. ഈ പതാലെന്ന് പറയുന്ന പിരമിഡുകളുടെ താഴെയാണ്. അത് അവിടെയാണ് അന്തിയാളം കാവ് എന്ന് പറയുന്നത് അല്ലേ? ഇപ്പം അവിടെ എന്തോ ഉണ്ടോ? ഒന്നുമില്ല. അങ്ങനെ പഴയ കാലത്ത് ഉണ്ടായിരുന്നുള്ളതേ ഉള്ളൂ. ഇപ്പൊ അതിനെ കുറിച്ച് വലുതായിട്ടൊന്നും ഇല്ല. അല്ല, പഴയ കാലത്ത് ഉണ്ടായിരുന്നു പറഞ്ഞത് ഈ രാജാക്കന്മാർ തമ്മിലുള്ള യുദ്ധം എന്നാണോ പറയുന്നത്? അതോ അതല്ല, അതൊരു കളരിപ്പയറ്റ് നടത്തിയത് അതിന്റെ പറഞ്ഞ പ്യാശുക്കളെ ദേവന്മാർ ചെയ്താന്ന് പറയുന്നത്. പഴയ കാലത്ത് ദേവന്മാരും ഒക്കെ ആയിട്ട് യുദ്ധം ചെയ്യുമല്ലോ, അങ്ങനെയുള്ള യുദ്ധം ഏതാണ്ടായിരുന്നു. പിന്നെ പൂർണ്ണമായ ഐതിഹ്യം എനിക്ക് പണ്ട് എന്നോട് ആരണ്ടൊക്കെ പറഞ്ഞെങ്കിലും ഞാനത് ഓർക്കുന്നില്ല. പിന്നെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഭാഗത്തോട്ട് പോയാൽ അറിയാം. ആ ഭാഗത്തോട്ട് പോയാൽ വ്യക്തമായിട്ടറിയാം. ഈ മലയിൽ പോവാമെങ്കിൽ ആ കോളേജാ. അവിടെ പോയിട്ടുണ്ടോ? ഇല്ലില്ല. തിരുവറ്റം കളരി എന്ന് പറയുന്ന കോളേജാ, എഞ്ചിനീയറിംഗ് കോളേജ്. അതിനപ്പുറം കുറേയേറെ താമസക്കാരുണ്ട്. അവരോട് ചോദിച്ചാൽ അതിൻ്റെ എല്ലാ യഥാർത്ഥവും പറയും. പ്രായമുള്ളവരും ഉണ്ട്, ചെറുപ്പക്കാരും ഉണ്ട്. അപ്പോൾ അവരതിൻ്റെ ഫുൾ കഥ പറയും കേട്ടോ. അവിടെ ഈ തിരുവറ്റം കളരി